പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഏകപക്ഷീയമായ നിലപാടിനെ ചൊല്ലി കോൺഗ്രസിൽ ചേരിപ്പോര് രൂക്ഷം. യോഗത്തിലെ വിവരങ്ങൾ ചോർത്തിയത് ആരെന്ന് കണ്ടുപിടിക്കാൻ KPCC നേതൃത്വത്തെ വെല്ലുവിളിച്ച് വി ഡി സതീശൻ. എന്നാൽ സതീശനെതിരെ കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വലിയ പ്രതിഷേധത്തിലാണെന്നാണ് വിവരം. പാർട്ടിയിലെ കടിഞ്ഞാൾ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുന്നതാണ് മറുവിഭാഗത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചനകളില്ല. KPCC അധ്യക്ഷനെയും മുതിർന്ന നേതാക്കളെയും പരിഗണിക്കുന്നില്ല. സതീശന്റെ ഏകപക്ഷീയമായ ഈ നീക്കങ്ങളിലെ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം മറനീക്കി പുറത്തു വന്നത്. എന്നാൽ KPCC യോഗത്തിൽ തനിക്കെതിരെ ഉയർന്ന വിമർശനത്തിൽ സതീശൻ അതൃപ്തനാണ്. യോഗത്തിലെ വിവരങ്ങൾ ചോർത്തിയത് ആരെന്ന് കണ്ടുപിടിക്കാൻ നേതൃത്വത്തെ വെല്ലുവിളിച്ചത് ഇതിന്റെ സൂചനയാണ്. ഈ യോഗത്തിൽ പറഞ്ഞതും പറയാത്തതും കൂടി പുറത്തു വാർത്ത കൊടുത്തത് ആരാണെന്ന് പറഞ്ഞാൽ അവര് പാർട്ടിയുടെ ബന്ധുക്കളാണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. കാര്യത്തിൽ വേറെ ഒന്നുമില്ല. പ്രതികരണത്തിൽ മാത്രം സതീശന്റെ അതൃപ്തി ഒതുങ്ങിയില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നതും ഇതേ അതൃപ്തി കൊണ്ടാണെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ക്യാമ്പിൽ വയനാട് ലീഡേഴ്സ് മീറ്റിലെ തീരുമാനം റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് വി ഡി സതീശനായിരുന്നു. എന്നാൽ വൈകിട്ട് പാലോട് നടന്ന ഉപതിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ സതീശനെതിരായ വിമർശനങ്ങൾ പരിശോധിക്കാനാണ് KPCCയുടെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ വി ഡി സതീശന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. വിമർശനത്തിന് താൻ അതീതനല്ല, തെറ്റുണ്ടെങ്കിൽ തിരുത്തും, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും. സംഘടനാ കാര്യങ്ങളിൽ ഇനി പ്രതികരണം ഉണ്ടാകില്ല, പ്രവർത്തകർക്ക് വേദനയുണ്ടാകുന്ന ഒരു പരാമർശവും ഇനി തൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ മിഷൻ 25യുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടുന്നത് വി ഡി സതീശൻ തന്നെയാണ്. വയനാട്ടിൽ നടന്ന യോഗത്തിൻ്റെ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ സതീശൻ എത്തിയില്ല. മാത്രമല്ല, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സംഘടനാ കാര്യങ്ങൾ നൽകി സർക്കുലർ സതീശൻ നേരിട്ട് KPCC പ്രസിഡന്റിനെ പോലും അറിയിക്കാൻ സർക്കുലർ ഇറക്കിയെന്നുള്ള വലിയ വിമർശനങ്ങൾ നേരിടുന്നു. KPCC ജനറൽ സെക്രട്ടറിമാരടക്കമുള്ളവരാണ് വലിയ തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ സതീശൻ്റെ പ്രസ്താവനയുടെ വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. അർച്ചന, ഇന്ന് കൃത്യമായി മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടാകും, സതീശൻ ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ്. കോൺഗ്രസിലെ വലിയൊരു വിഭാഗം സതീശനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കുന്നു, സൂപ്പർ KPCC പ്രസിഡന്റ് ആവുകയാണ് സതീശൻ എന്ന തരത്തിൽ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉയരുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു സതീശൻ മറുപടിയുമായി പറഞ്ഞ കാര്യങ്ങൾ? വി ഡി സതീശനെതിരെ വിമർശനങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടത്. തുടർന്ന് അദ്ദേഹത്തോട് ഈ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് താൻ വിമർശനത്തിന് അതീതനല്ല എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ രണ്ടുപേരും രണ്ട് വഴിക്കാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. മാത്രമല്ല, അധികാരം കൈയടക്കാൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു എന്ന ആരോപണം അടക്കം ഉയർന്നിരുന്നു. തുടർന്ന് ആണ് ഇത്തരത്തിൽ ചോദ്യം ഉന്നയിക്കുകയും താൻ വിമർശനത്തിന് അതീതനല്ലെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും വി ഡി സതീശൻ ഇപ്പോൾ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായത്. തെറ്റില്ലെങ്കിൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. മാത്രമല്ല, സംഘടനാ കാര്യങ്ങളിൽ ഇനി ഒരു പ്രതികരണം ഉണ്ടാകില്ലെന്നും താൻ ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണെന്നും മാത്രമല്ല പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലേക്ക്, വേദന ഉണ്ടാക്കുന്ന തരത്തിലേക്ക് തന്റെ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വി ഡി സതീശൻ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താൻ ഒരു പ്രതികരണവും നടത്തുന്നില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ. മാത്രമല്ല, ഇനിയുള്ള യോഗങ്ങളിൽ, അതായത് അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ യോഗങ്ങൾ ചേരാനിരിക്കുകയാണ്. ഇനിയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുമോ എന്ന കാര്യങ്ങളടക്കം നമ്മൾ ചോദിച്ചു. അപ്പോഴും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല, മിഷൻ 2025 ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും യോഗം നടക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെ അത്തരം പ്രതികരണങ്ങൾ, എന്താകും യോഗത്തിന്റെ അവസ്ഥ, അതിൽ പങ്കെടുക്കുമെന്ന കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതികരണങ്ങൾ, അതായത് താൻ വിമർശനത്തിന് അതീതനല്ല, തെറ്റുണ്ടെങ്കിൽ തിരുത്തും, മാത്രമല്ല തെറ്റില്ലെങ്കിൽ അത് പാർട്ടിയും സംഘടനാ തലത്തിലേക്കും ബോധ്യപ്പെടുത്തുമെന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വി ഡി സതീശൻ വിശദീകരിച്ചത്. അർച്ചന, ഈ സതീശന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പറയുന്നത്. കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പറഞ്ഞത് സതീശൻ ഇത്തരത്തിൽ സൂപ്പർ പ്രസിഡന്റ് ചമയുന്നു, സംഘടനാ സംവിധാനത്തെ ആകെ കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്ന ആരോപണമായിരുന്നു. അത് സമ്മതിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, വാർത്ത ചോർത്തൽ അടക്കമുള്ള കാര്യങ്ങൾ സതീശൻ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കൽ കൂടി വ്യാഖ്യാനിച്ചെടുക്കേണ്ടി വരും. പക്ഷേ ആ വാക്കുകളിൽ നിന്ന് തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് സതീശൻ സമ്മതിക്കുന്നത്. കോൺഗ്രസിലെ ഒരു വിഭാഗം, അതായത് KPCC അധ്യക്ഷനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം പൂർണ്ണമായും വി ഡി സതീശനെ തള്ളുന്നൊരു പ്രതികരണമാണ് അവരുടെ
ശരി, വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സതീശൻ പ്രസ്താവനയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ താൻ തിരുത്തും, ഇനി സംഘടനാ കാര്യങ്ങളിൽ പരസ്യ പ്രതികരണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സതീശൻ പറയുകയും ചെയ്തിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്നുണ്ട്. സതീശൻ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. സൂപ്പർ KPCC പ്രസിഡന്റ് ചമയുകയാണ് സതീശൻ എന്നതടക്കമുള്ള ആരോപണങ്ങൾ പഴകുളം മധു അടക്കമുള്ള KPCCയുടെ മുതിർന്ന നേതാക്കൾ, ജനറൽ സെക്രട്ടറിമാരടക്കം ഓൺലൈനായി ചേർന്ന യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതിൻ്റെ പ്രതികരണമായി ഇന്നലെ സുധാകരൻ തന്നെ രംഗത്ത് വരികയും ചെയ്തു. ആരെങ്കിലും ഇത്തരത്തിൽ പരിധി വിട്ട് പെരുമാറിയാൽ നിയന്ത്രിക്കാൻ അറിയാം തനിക്കെന്നാണ് സുധാകരൻ പറയുകയും ചെയ്തത്. ഇപ്പോൾ കോൺഗ്രസിനെ വലിയ തരത്തിൽ ഈ പ്രതിസന്ധി അലട്ടുകയാണ്. മിഷൻ 25 എന്ന തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രൂപീകരിക്കാൻ ആസൂത്രണം ചെയ്യാൻ ചേർന്ന മിഷൻ 25 യോഗത്തിൽ ഉയർന്ന ചില കാര്യങ്ങൾ സർക്കുലറായി സതീശൻ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണമാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് പല ഘട്ടങ്ങളിലും പല നേതാക്കൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രധാനമായും KPCC യോഗങ്ങളിലെ വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുന്നത് സതീശനാണ് എന്നുള്ള ഒരു മുൾമുനയിൽ തന്നെയാണ് സതീശൻ അത്തരത്തിൽ തന്നെ വല്ലാത്ത പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. കോൺഗ്രസിൽ ഇപ്പോൾ സതീശൻ സുധാകരൻ പോര് പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. പല ഘട്ടങ്ങളിലും പരസ്യമായി തന്നെ സുധാകരനെ അവഗണിക്കുന്ന നിലപാട് സതീശൻ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്.